ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ലൈസിങ്, സ്പ്ലിറ്റിങ്, കോപ്പിങ്ങിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതുപോലെ സ്റ്റാക്കിങ്, അങ്ങനെ 3-4 കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ സ്ലൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മളുള്ള സാധനത്തിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഡിവൈഡ് ചെയ്യുന്നതാണ് സ്ലൈസിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിലിപ്പോൾ ഒരു 1 ഡയമെൻഷനിൽ അറിയുകയാണെങ്കിൽ എങ്ങനെ സ്ലൈസ് ചെയ്യാമെന്ന് പറയാം. സ്ലൈസിൽ സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ് ഇങ്ങനെ 3 വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കോളൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിലൊരു 1 ഡയമെൻഷനിൽ അറിയാൽ 1 കോളൻ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 4 വരെയുള്ള എന്നാണ്. 4 ഇൻക്ലൂഡ് ആവുന്നില്ല. അപ്പോൾ എന്താണ്ടാവുക, 0, 1, 2, 3 40 ഇൻക്ലൂഡ് ആവും. അതായത് 0, 1, 2, 3 വരെ ഇൻക്ലൂഡ് ആവും. സോ 1, 4 പറഞ്ഞാൽ 0 ഇൻക്ലൂഡ് ആവില്ല, 1, 2, 3 മാത്രമേ ഇൻക്ലൂഡ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 20, 30, 40 ആയിരിക്കും. അടുത്ത് പറഞ്ഞാൽ കോളൻ -1, അതായത് നമുക്ക് -1 ഇൻഡെക്സ് വരെയുള്ള വാല്യൂസ് പോകണം. അതായത് ലാസ്റ്റ് ഇൻഡെക്സ് ഇൻക്ലൂഡ് ചെയ്യാതെ ബാക്കിയെല്ലാം വേണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, 10, 20, 30, 40. ഇനി എനിക്ക് ഓരോന്ന് ഇടവിട്ട് കിട്ടിയാൽ മതി. അങ്ങനെ വെച്ചാൽ കോളൻ 2 എന്താ, സ്റ്റാർട്ട് ഇല്ല, സ്റ്റോപ്പ് ഇല്ല, സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുക എന്താ, 10, 30, 50. ദിസ് ഇസ് ഹൗ സ്ലൈസിങ് ഓഫ് 1 ഡയമെൻഷണൽ വർക്ക്സ്. ഓക്കെ, ഈ 2 ഡയമെൻഷനിൽ ചെറിയ പ്രശ്നമുണ്ട്. കാരണം 2 ഡയമെൻഷനിൽ റോയും കോളവും റെപ്രസെൻറ്റ് ചെയ്യണം. സോ റോയ്ക്കും കോളത്തിനും എന്തുണ്ടാവും, നമുക്ക് സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ് ഉണ്ടാവും. കോളത്തിനും സ്റ്റാർട്ട്, സ്റ്റെപ്പ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ആലോചിക്കുമ്പോഴും ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ആദ്യം ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളൊന്ന് എഴുതി വെക്കുക. ആ ഒരു മെട്രിക്സ് വരച്ച് വെക്കുക. എന്നിട്ട് സൈഡിൽ നിങ്ങൾ 0, 1, 2, 0, 1, 2 എന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുമ്പോഴാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ അറേയുടെ സ്ലൈസിങ് 2 ഡയമെൻഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവുക. ജസ്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. പക്ഷേ കുറച്ചുകൂടി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതുന്നേക്കാൾ നിങ്ങളൊരു നോട്ട് എടുത്ത് അതിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കും. ഇതിപ്പോൾ 3x3 മെട്രിക്സ് ആണ്. അപ്പോൾ 0, 1, 2, 0, 1, 2 തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ 2 റോസ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് എന്താ, കോളൻ 2, കോളൻ 1. ഇത് കോളൻ എന്ന് മാത്രമേ വെച്ചിട്ടുള്ളൂ. കോളൻ 2 എന്ന് പറഞ്ഞാൽ റോയുടെ കോളൻ 2 വരെ, അതായത് 0, 1 മുതൽ 0, 1, 2 ഇൻക്ലൂഡ് ആവേണ്ട, 0, 1 മാത്രം ഇൻക്ലൂഡ് ആയാൽ മതി. അതേപോലെ തന്നെ കോളത്തിൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അത് സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ് ഒന്നുമില്ല. ദാറ്റ് മീൻസ് എല്ലാ കോളം വേണം, ആദ്യത്തെ 2 റോ മാത്രം മതി. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക, 1, 2, 3, 4, 5, 6 ഇതായിരിക്കും ആദ്യത്തെ നമുക്ക് ആൻസർ കിട്ടേണ്ടത്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എനിക്ക് ആദ്യത്തെ കോളം റോസുകളെല്ലാം വേണം, പക്ഷെ ആദ്യത്തെ 2 കോളം മാത്രം മതി. അതുകൊണ്ടാണ് കോളൻ 2 എന്ന് കൊടുത്തത്. അതായത് സ്റ്റാർട്ടും സ്റ്റോപ്പിൽ 2 കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് 2 വരെയാണ്. അപ്പോൾ 1 വരെ പോകുള്ളൂ. അപ്പോൾ 0, 1 മാത്രം കൂടാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 1, 2, 4, 5, 7, 8 ഇതായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. സോ സ്ലൈസിങ് അങ്ങനെയാണ് വരിക. നമ്മളൊരു ചെറിയ പോർഷനെ പുറത്തേക്ക് എടുക്കുകയാണ്, കട്ട് ചെയ്ത് കളയുന്നില്ല. സ്പ്ലിറ്റ് പറഞ്ഞാൽ അങ്ങനെയല്ല. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിവൈഡ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കുക എന്നുള്ളതാണ് അർത്ഥം. അതാണ് സ്ലൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കും ആ മെയിൻ സാധനത്തിനെ. അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചു തരാം. ഒരു 1 ഡയമെൻഷനിൽ എങ്ങനെ സ്പ്ലിറ്റ് കാണിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് np സ്പ്ലിറ്റും np_array_സ്പ്ലിറ്റും. അങ്ങനെ 2 സംഭവങ്ങളുണ്ട്. ഈക്വലി സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മൾ np സ്പ്ലിറ്റും, അൺഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മൾ എന്താ പറയുക, array_സ്പ്ലിറ്റുമാണ് യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ഇത് ഈക്വലി സ്പ്ലിറ്റ് ചെയ്യാൻ, അതായത് എനിക്ക് 1, 2, 3, 4, 5, 6, 7 ഏഴെണ്ണത്തിന് ഈക്വലി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ? ഏഴെണ്ണത്തിന് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ അതിന് ചെറിയൊരു വാല്യൂ ഞാൻ കളയുന്നുണ്ട് കേട്ടോ. സോ എനിക്ക് ഈക്വലായിട്ട് 1, 2, 3, 4, 5, 6 ഈക്വലായിട്ട് 3 2ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അൺഈക്വൽ സ്പ്ലിറ്റ് ആണെങ്കിൽ ഇവിടെ ചെറിയൊരു വ്യത്യാസം വരും. np_array_split ഓക്കെ ഇൻറ്റു 3. അപ്പോൾ ഇതെന്താ ഉണ്ടാവുക വെച്ചാൽ അൺഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഇതിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഇതിലിപ്പോൾ 7 വാല്യൂ ഉണ്ട് വിചാരിച്ചോ. 7 വാല്യൂ നമുക്ക് ഒരിക്കലും ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അൺഈക്വലി നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. അൺഈക്വലി പറഞ്ഞാൽ മിഷൻ്റെ ഇഷ്ടം അനുസരിച്ച് അതിനെ അങ്ങനെ ഇങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ആവും. ഓക്കെ, സോ കണ്ടോ, നിങ്ങൾക്ക് 1, 2, 3, 4, 5, 6, 7 അങ്ങനെ എടുത്തു. അതായത് ഇഷ്ടമുള്ള പോലെ, അതായത് ഈക്വൽ നമ്പർ ഓഫ് വാല്യൂസ് ആയിരിക്കില്ല array_split വരുമ്പോൾ ചെയ്യാം. നോർമൽ സ്പ്ലിറ്റിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എറർ വരും. ഓക്കെ, array_split എങ്ങനെയാ വെച്ചാൽ അൺഈക്വൽ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഡിഫറെൻ്റ് ആയിട്ട് മിഷൻ അതിനെ സ്പ്ലിറ്റ് എടുത്തോളും. സോ അൺഈക്വൽ ഈക്വൽ എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കണം. 2 ഡയമെൻഷണൽ അറേയിലും സെയിം കോൺസെപ്റ്റാണ്. നമ്മളവിടെ ആക്സസ് സ്പെസിഫൈ ചെയ്യണം. ഇന്ന ആക്സസ് ആണെന്ന് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എലോങ് ആക്സസ് 2 ആക്സസും എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം.
സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനത്തിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക എന്നാണ്. സ്ലൈസ് എന്ന് പറഞ്ഞ ഒരു സാധനം അതിൽ നിന്ന് എടുക്കണു, പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് സ്പ്ലിറ്റ് നോക്കിയേ, എൻ പി ഡോട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. പക്ഷെ അവിടെ നമ്മൾ രണ്ട് കഷ്ണാക്കി സ്പ്ലിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആക്സ് ഈക്വൽ ടു 0, അതായത് സ്പ്ലിറ്റ് ഇൻ ടു 2 പാർട്സ് അലോങ് റോ ബേസിസിലാണ് നമ്മൾ സ്പ്ലിറ്റിംഗ് നടത്തുന്നത്. ഇത് പറയണത് ആക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ കോളം വൈസിലാണ് നമ്മൾ സ്പ്ലിറ്റ് നടത്തുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ശരിക്കും നോർമലി 1 2 3 ആക്സസ് 0 ബേസ് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 ഇങ്ങനെ നമുക്ക് ആൻസർ വന്നു. ഓക്കെ, മറ്റേതിൽ നോക്കി നിങ്ങൾ 1 4 7 10, അതായത് ത്രൂ കോളമാണ് അത് സ്പ്ലിറ്റ് ആയിരിക്കുന്നത്. 1 4 7 10, അടുത്തത് 2 5 8 11 അതാണ് കിട്ടിയിട്ടുണ്ടാവുക. അടുത്തത് 3 6 9 12 ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. സോ ദിസ് ഈസ് ഹൗ സ്പ്ലിറ്റിംഗ് ഹാപ്പൻസ്. ജസ്റ്റ് കൂടെ ഒന്ന് വായിച്ച് നോക്കുക നോട്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ, മീൻസ് കോപ്പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്കൊരു വാല്യൂ വേറൊന്നിലേക്ക് കോപ്പി ചെയ്യണം. സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് കോപ്പി, ഷാലോ കോപ്പി ആൻഡ് ഡീപ്പ് കോപ്പി. ഷാലോ കോപ്പിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ ഇപ്പം എൻ്റെ കയ്യിലൊരു ബുക്ക് ഉണ്ട്, ആ ബുക്ക് ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തരികയാണ്. സോ നിങ്ങൾ അവിടെ എന്ത് സ്ക്രിബിൾ ചെയ്താലും ഇറ്റ് വിൽ എഫക്ട് മീ, ബിക്കോസ് എൻ്റെ ഒറിജിനൽ നോട്ടാണ് നിങ്ങൾക്ക് അയച്ചത്. ഷാലോ കോപ്പി ഈസ് ലൈക്ക് ദാറ്റ്, ഐ എം ഗിവിംഗ് ദ ഒറിജിനൽ വാല്യൂ ടു യു, സോ വാട്ട് ആർ ഹാപ്പൻസ് ദെയർ ഇറ്റ് വിൽ എഫക്ട് ഓൺ മീ ഓൾസോ. അതാണ് ഷാലോ കോപ്പി എന്ന് പറഞ്ഞാൽ. ഡീപ്പ് കോപ്പി എന്ന് പറഞ്ഞാൽ ഞാനൊരു കോപ്പി എടുത്ത് വെച്ച് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ എന്തുണ്ടാവണം, എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് എഫക്റ്റ് ആവില്ല, കാരണം ഞാൻ എൻ്റെ കോപ്പിയാണ് നിങ്ങൾക്ക് അയച്ചത്. സോ ഷാലോ കോപ്പി പറയുമ്പോൾ വ്യൂ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചിട്ടും, ഡീപ്പ് കോപ്പി എന്ന് പറയുമ്പോൾ നോർമൽ കോപ്പി വെച്ചിട്ടായിരിക്കും ചെയ്യാം. ഓക്കെ, ജസ്റ്റ് കാണിച്ചത് അതിൻ്റെ ഒരു എക്സാമ്പിൾ, നോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കണം കേട്ടോ ഇതിൻ്റെ എക്സാമ്പിൾ ഒന്ന് കാണാൻ. സോ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, അറയിൽ 1 2 3 4 ARR ഡോട്ട് വ്യൂ, അതായത് ഷാലോ കോപ്പിയിലേക്ക് ഞാൻ എൻ്റെ കറക്റ്റ് ഡയറക്റ്റ് വാല്യൂ ആണ് കോപ്പി ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഷാലോ കോപ്പി ഓഫ് 0, അതായത് 0th ഇൻഡെക്സ് 1ന് പകരം എനിക്ക് 100 ആക്കണം, ഇങ്ങനെ സ്റ്റോർ ചെയ്യാണ്. ഓക്കെ, ഇനി ഞാൻ ഇതൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. റൺ ചെയ്ത് കാണിക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ, ഒറിജിനൽ വാല്യൂവും ഒഫീഷ്യൽ ആയിട്ടുള്ള വാല്യൂവും ഒക്കെ രണ്ടും സെയിം ആയിട്ട് മാറും. അതാണ് ഷാലോ കോപ്പിയുടെ പ്രശ്നം. വ്യൂ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും സെയിം ആയി മാറും. 1 2 3 4 മാറി 100 2 4 ആയി മാറും രണ്ടിലും. അതാണ് ഷാലോ കോപ്പിയുടെ പ്രശ്നം. ഡീപ്പ് കോപ്പി എന്ന് പറയുന്ന സമയത്ത് ഞാനൊരു കോപ്പി മാത്രമാണ് അയക്കുന്നത്, ഈവൻ ഞാൻ അവിടെ 100 ആക്കി ചേഞ്ച് ചെയ്താൽ പോലും ഇറ്റ് വിൽ നോട്ട് എഫക്ട് മൈ ഒറിജിനൽ വൺ. ദാറ്റ്സ് ഹൗ ഡീപ്പ് കോപ്പി വർക്ക്സ്. സോ ഇവിടെ ARR ഡോട്ട് വ്യൂ എന്നാണ് കൊടുത്തത്, അതാണ് ഷാലോ കോപ്പി. ഓക്കെ, ഡീപ്പ് കോപ്പി ആവുന്ന സമയത്ത് നമുക്കിവിടെ എന്താണ് അവിടെ ARR ഡോട്ട് കോപ്പിയാണ് യൂസ് ചെയ്ത്. സോ 100 വെച്ചിട്ട് ഞാൻ ചേഞ്ച് ചെയ്യുമ്പോഴും ഒന്നിൽ 1 2 3 4 മറ്റേതിൽ 100 2 3 4 ആണ് ഉണ്ടാവുക. അതാണ് ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. ദിസ് ഈസ് കോൾഡ് ഡീപ്പ് കോപ്പി ആൻഡ് ഷാലോ കോപ്പി. ഷാലോ കോപ്പിയിൽ ഞാൻ ഐ എം ഗിവിംഗ് ദ ഡയറക്റ്റ് വാല്യൂ ടു യു, സോ എന്ത് ചേഞ്ച് ചെയ്താലും അത് ചേഞ്ച് ആവും മൊത്തത്തിൽ. ഡീപ്പ് കോപ്പിയിൽ ഞാനൊരു കോപ്പി എടുത്തിട്ടാണ് തരുന്നത്, അതുകൊണ്ട് തന്നെ എന്ത് ചേഞ്ച് വന്നാലും വലിയ ചേഞ്ച് പഴയ ആൾക്ക് വരില്ല. ഓക്കെ, സ്റ്റാക്ക് പറഞ്ഞാൽ എന്തായിരിക്കും, ഒന്നിൻ്റെ മേലെ ഒന്ന് വെക്കുക അല്ലേ. സ്റ്റാക്ക് ഇവിടെ അതന്നെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് 2 ടൈപ്പ് സ്റ്റാക്കിംഗ് ഉണ്ട്, അതായത് ഹൊറിസോണ്ടൽ സ്റ്റാക്കും വെർട്ടിക്കൽ സ്റ്റാക്കും. ഹൊറിസോണ്ടൽ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ഒന്നിൻ്റെ മേലെ ഒന്ന് അടുക്കി വെക്കുക എന്നുള്ളതാണ്. ഹൊറിസോണ്ടലി പറഞ്ഞാൽ റോ വൈസ് ചെയ്ത് വെക്കുക. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ കോളം വൈസ് സ്റ്റാക്ക് ചെയ്ത് വെക്കുക. സോ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് 2 അറേസ് ഉണ്ട്, 1 2 3 4 5 6. ഓക്കെ, സോ ഹൗ വി വിൽ സ്റ്റാക്ക് ദാറ്റ്. ഓക്കെ, ഇത് 1 ഡയമെൻഷനിലാണ്, അപ്പോൾ അതിലെങ്ങനെ ഒരു സ്റ്റാക്കിംഗ് നടക്കുന്നു. അതേപോലെ ഒരു 2 ഡയമെൻഷനിൽ അറേ ഉണ്ട്, 1 2 3 4 5 6 7 8. ഇതിലെങ്ങനെ വർക്ക് ആവുമെന്ന് കാണിച്ചു തരാം. ഹൊറിസോണ്ടൽ സ്റ്റാക്ക് വരുന്ന സമയത്ത് NP.H stack എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. സോ നമുക്ക് കിട്ടുക 1 2 3 4 5 6 ഒരു സിംഗിൾ ലൈനിലാണ് നിങ്ങൾക്ക് ആൻസർ വന്നത്. വെർട്ടിക്കൽ സ്റ്റാക്ക് കണ്ടോ, 1 2 3 4 5 6 ഒരു വെർട്ടിക്കൽ ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ച പോലെ ഒരു ഫീലാണ്. ഇത് കുറച്ചുകൂടി മനസ്സിലാവുക ഹൊറിസോണ്ടൽസ് ഇതിലാണ്, അതായത് 2 ഡയമെൻഷനിലാണ്. 2 ഡയമെൻഷനിൽ നോക്കിയേ, 1 2 3 4 ഒരു സെറ്റ്, 1 2 5 6 ഒരു സെറ്റ്, 3 4 7 8 ഒരു സെറ്റ്. കാരണം എന്താ, 1 2 5 6 എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടലി നമ്മൾ അറ്റാച്ച് ചെയ്യാണ്. അടുത്ത സെറ്റിൽ ആരാ കിടക്കണം, 3 4, അതിൻ്റെ കൂടെ ആരാ അറ്റാച്ച് ആവുക, 7 8. ദാറ്റ്സ് വൈ നമുക്ക് അങ്ങനെ ആൻസർ കിട്ടി. വെർട്ടിക്കൽ സ്റ്റാക്ക് അങ്ങനെയല്ല, 1 2 കഴിഞ്ഞ് 3 4 അറ്റാച്ച് ചെയ്തു, അതിന് 5 6 then 7 8 ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ചു. അങ്ങനെയാണ് വെർട്ടിക്കൽ സ്റ്റാക്ക് വർക്ക് ചെയ്യുന്നത്. സോ ദർ ആർ 2 സ്റ്റാക്സ്, ഹൊറിസോണ്ടൽ സ്റ്റാക്ക് ആൻഡ് വെർട്ടിക്കൽ സ്റ്റാക്ക്. ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ H സ്റ്റാക്ക് V സ്റ്റാക്ക് ഉണ്ട്. സോ ബേസിക് ആയിട്ട് നമ്മൾ നമ്പയിൽ പല ഓപ്പറേഷൻസുകൾ ചെയ്യാൻ പറ്റും. ഇതിൽ ബേസിക് ആയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സ്പ്ലിറ്റിങ്, സ്ലൈസിങ്, കോപ്പിയിങ് ആൻഡ് സ്റ്റാക്കിങ്.